നമസ്കാരം സുഹൃത്തുക്കളെ. ലോകം ഇപ്പോഴും പല യുദ്ധങ്ങളുടെ കെടുതിയിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രധാനമായും നടക്കുന്ന യുദ്ധം ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും മറുവശത്ത് ഇറാനുമാണ്. ഈ യുദ്ധം നടക്കുന്ന ഇടയിലും ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന പലസ്തീൻ, അവിടെ തന്നെ ഗാസയിലെ മതജീവികളായിട്ടുള്ള ഹമാസുകാരെ അവരെ ജീവനോടെയോ അല്ലാതെയൊക്കെ ഓരോ ദിവസവും അവർ പിടിച്ചു തീർക്കുന്നുണ്ട്. അതിൽ കൊല്ലപ്പെടുന്നവരെ തീർച്ചയായിട്ടും അവരങ്ങ് സംസ്കരിക്കും, അല്ലാതെ ജീവനോടെ കിട്ടുന്നവരെ ഇസ്രായേലിലെ ജയിലിൽ പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ജയിലിൽ നിന്നുള്ള വാർത്തയാണ് എന്ന തരത്തിൽ അൽ ജസീറ പുറത്തു കൊണ്ടുവന്ന ഒരു വിവരമുണ്ട്, ഒരു വാർത്തയുണ്ട്. അത് ശരിക്കും ഈ മതജീവികളായിട്ടുള്ളവർക്ക് ഞടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്, മറ്റുള്ളവർക്ക് അത് കൗതുകമാണ്. ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന ഈ ഹമാസോളികൾ, അതായത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ ഭാഷയിൽ പറഞ്ഞ ഹമാസോളികളെ അതിക്രൂരമായ രീതിയിൽ അവിടെ പീഡിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇസ്രായേലിലെ പുരുഷന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവർ ഇവരെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു. അതുകൂടാതെ പ്രത്യേകം പരിശീലിപ്പിച്ച നായ്ക്കളുണ്ട് അവിടെ, ഇസ്രായേൽ സേനയുടെ ഭാഗമായിട്ടുള്ള, അവരെ കൊണ്ടും ഇവരെ പീഡിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യം ഇതൊന്നുമല്ല. അവിടുത്തെ വനിതാ ഉദ്യോഗസ്ഥർ കൃത്രിമ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇവരെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്, ആ വാർത്തയെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൽ ജസീറ പോലുള്ള ഒരു മാധ്യമം, അന്താരാഷ്ട്ര മാധ്യമം ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് BBC ഒക്കെ അത് വാർത്തയായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ള മാപ്രകൾ ഈ സംഗതിയൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഒരു പക്ഷേ ഇനി പൊടിപ്പുന്തെങ്കിലുമൊക്കെ ചേർത്ത് അവർ വാർത്ത കൊടുത്തേക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനൊരു സംഗതി പുറത്തേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രതികരണമാണ്. പലരും ഇതിനെ ഒരു തമാശ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്, അങ്ങ് സ്വർഗ്ഗത്ത് പോകണം, അവിടെ ഹൂറുകൾ കിട്ടും, അവരോട് രമിക്കണം, ഇതൊക്കെ അങ്ങ് ഇസ്രായേൽ ജയിലിൽ കിട്ടുവാണെങ്കിൽ സന്തോഷിച്ചാട്ടെ എന്ന തരത്തിൽ ഈ ജിഹാദികളെ പരിഹസിക്കുന്നവരുണ്ട്. മറ്റൊരു കൂട്ടർ ഇസ്രായേലിൻ്റെ ക്രൂരതയാണ് ഇതൊക്കെ എന്നൊക്കെ തരത്തിലാണ് അതിനെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മതത്തിന് വേണ്ടിയിട്ടും വിശ്വാസത്തിന് വേണ്ടിയിട്ടും സ്വർഗ്ഗത്തിലെ ജീവിതത്തിന് വേണ്ടിയിട്ടും ഇങ്ങനെ നടക്കുന്നവരെ പിന്നെ ഏത് തരത്തിൽ ജയിലിലൊക്കെ സ്വീകരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതൊക്കെ തന്നെയായിരിക്കും കിട്ടുക. കാരണം നമുക്കറിയാം, ഒരു ഒക്ടോബർ 8-ാം തീയതി അങ്ങോട്ടേക്ക് കടന്നു കയറി ഏതാണ്ട് 2000-ഓളം ആളുകളെ ഇവർ കൊന്നപ്പോൾ അത് ലോകം കണ്ടതാണ്. അവിടെ ഒരു ജൂത സ്ത്രീ പോലും അല്ലാത്ത, ഇസ്രായേലി പൗരൻ പോലും അല്ലാത്ത ഒരു ജർമ്മൻ ടാറ്റു ആർട്ടിസ്റ്റിനെ ഇവർ പിടിച്ചിട്ട് പൂർണ്ണ നഗ്നയാക്കിയതിന് ശേഷം അതിനോട് ചെയ്ത കൊടിയ ക്രൂരത ലോകം കണ്ടതാണ്. അപ്പോൾ ഇത്തരക്കാരെ ജയിലിൽ കിട്ടുമ്പോൾ പിന്നെ അവരങ്ങ് ഊട്ടി വളർത്തി വലുതാക്കി സുന്ദര കുട്ടപ്പന്മാരാക്കി പുറത്തേക്ക് വിടുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? തീർച്ചയായിട്ടും അവിടെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഈ അൽ ജസീറ ഈ വിവരിക്കുന്ന പോലെ ഈ രീതിയിലൊന്നും ആയിരിക്കില്ല. അവർക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല ഇതുപോലുള്ള കാട്ട് മതജീവികളെ പിടിച്ച് ലൈംഗികമായിട്ട് ഈ രീതിയിൽ പീഡിപ്പിക്കാൻ, അതും സുന്ദരിമാരുമൊക്കെ ആയിട്ടുള്ള ഇസ്രായേലി പട്ടാളക്കാർ. അവർ പുരുഷന്മാർ ഇവരെ പീഡിപ്പിച്ചത്രേ. പിന്നീട് നായ്ക്കളെ കൊണ്ട്, ഒരുപക്ഷെ നായ്ക്കളെ കൊണ്ട് പീഡിപ്പിച്ചത് ചിലപ്പോൾ സത്യമായിരിക്കും. പിന്നെ അവിടുത്തെ വനിതകൾ അവർ കൃത്രിമ സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഈ അൽ ജസീറയൊക്കെ അടിച്ചുവിടുന്നത്. എനിക്ക് തോന്നുന്നു ഈ അൽ ജസീറയുടെ ഈ ലേഖകൻ ഏതോ വിദേശ ഭാഷയിലെ അശ്ലീല ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ ഭാവനയൊക്കെ ചേർത്ത് വെച്ചിട്ട് കുറേ ഇതുപോലെ സംഗതികളൊക്കെ ഉണ്ടെന്ന് ആണ് പറയുന്നത്. അതൊക്കെ അണ്ടിട്ട് അടിച്ചുവിട്ട ഒരു കഥയാവാനാണ് സാധ്യത. തീർച്ചയായിട്ടും പീഡനങ്ങൾ ഏൽക്കുന്നുണ്ടായിരിക്കും. ഇവർ ഈ പറയുന്ന പോലെ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങളായിരിക്കില്ല, അല്ലാതെ കൂടിയ പീഡനമൊക്കെ അവർ കൊടുക്കും. കാരണം അവരുടെ ആയിരക്കണക്കിന് ആളുകളെ കൊന്ന, ഒരു മതവിശ്വാസത്തിൻ്റെ പേരിൽ കൊന്ന അതിലെ കുറേ പേരെ അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ പിന്നെ ഇവിടുത്തെ കേരള ജയിലിൽ കൊടുക്കുന്നവനക്കുള്ള സ്വീകരണമാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ഇത്തരം പ്രവൃത്തിയായിട്ട് നടക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാവാൻ വേണ്ടി തന്നെയുള്ള പീഡനങ്ങൾ തന്നെയായിരിക്കും ഇസ്രായേൽ ജയിലിൽ കിട്ടുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഇസ്രായേൽ ജയിലിൽ നിന്നല്ല, ഇന്ത്യൻ ജയിലിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കിട്ടുക. ഇതുപോലുള്ള തീവ്രവാദികളെ NIA മറ്റുള്ളവരൊക്കെ പിടിച്ചുകൊണ്ട് പോയി തീഹാർ ജയിലിൽ നിന്ന് വരെ നമ്മൾ ഇതുപോലുള്ള വാർത്ത കേട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ തടവുകാരനായിട്ടുള്ള ഒരു സർദാർ ഒരു പഞ്ചാബിയാണ് ഇവിടെ റൌഫിനെയൊക്കെ നേരത്തെ പീഡിപ്പിച്ചെന്നും രക്തസ്രാവം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാർത്ത കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇസ്രായേലിൽ നിന്നുള്ള വാർത്തയാണ്, ഇസ്രായേലിലെ ജയിലിൽ നിന്നുള്ള വാർത്തയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അൽ ജസീറ കൊടുത്തത്. അതിൽ ഇസ്രായേലിലെ വനിതാ ഉദ്യോഗസ്ഥരെ വരെ അവർ കഥാപാത്രമാക്കിയിരിക്കുന്നു. ഒരു വനിതയ്ക്ക് ഒരു പുരുഷനെ പീഡിപ്പിക്കാൻ കൃത്രിമ മാർഗ്ഗങ്ങൾ വേണമല്ലോ. നമ്മൾ ഈ പറയുന്ന അർത്ഥത്തിലുള്ള പീഡനമാണെങ്കിൽ അതിനുവേണ്ടി കൃത്രിമമായിട്ടുള്ള സംഗതികളൊക്കെ കെട്ടിവെച്ചിട്ട് പീഡിപ്പിച്ചു എന്ന തരത്തിലാണ് ഇവർ വാർത്ത കൊടുക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ചർച്ച നല്ല ചൂടായി വരുന്നുണ്ട്. ഇവിടുത്തെ മാപ്രകളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ലാതെ ഇതിലും കൂടിയ ഡോസിൽ ഈ വാർത്ത നിങ്ങൾ വീണ്ടും കേൾക്കാൻ സാധ്യതയുണ്ട്.